ആശാ വർക്കേഴ്സിന്റെ സമരം അത് നിരാഹാര സമരത്തിലേക്ക് മാറുന്നു. അതിന്റെ ഔപചാരികമായി ഉദ്ഘാടനമാണ് അവിടെ നടക്കാൻ പോകുന്നത്. 3 പേർ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. അനുഷ്ഠിക്കും. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം.എ. ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ നിരാഹാര സമരം ഇവിടെ നടക്കുന്നത്. 39 ദിവസം നടത്തുന്ന അതികഠിനമായ സഹന സമരത്തിനൊടുവിലാണ് ഞങ്ങൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. കൂടെ തങ്കമണിയും ശ്രീമതി ഷീജയും രണ്ടുപേരും ആശാ വർക്കർമാരാണ്. മന്ത്രി എല്ലാ ചർച്ചയിലും അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാ ചർച്ചയിലും നേതൃത്വത്തെയും ആശാ വർക്കർമാരെയും രണ്ടായി ചിത്രീകരിക്കുവാനുള്ള വളരെ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ട്രേഡ് യൂണിയനിൽ അതത് മേഖലയിൽ നിന്ന് മാത്രമുള്ള ആളുകളാണോ ആ ട്രേഡ് യൂണിയനകത്തിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാതെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല കുത്സിത ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിജീവിച്ചാണ് ഈ സമരം മുന്നേറുന്നത്. ഇവിടെ ഒരു നേതൃത്വത്തെയും ഒരാശയം ഒറ്റപ്പെടുത്താൻ ഇവിടെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിരാഹാര സമരം മുഖത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ഉണ്ടെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് 3 പേരെയും ഈ സമരസമിതിക്ക് വേണ്ടി കഴിഞ്ഞ 39 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് വേണ്ടി ഈ കേരളത്തിന്റെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം നിരാഹാരം കിടക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്ത് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഇതൊരു സ്വന്തം വിഷയമായി കണ്ടുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന വിഷയത്തെ സ്വന്തം ജീവിത പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ സമരത്തിന്റെ ന്യായയുക്തത കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ ഇവിടെ വന്ന ഈ 39 ദിവസവും നൂറുകണക്കിന് സംഘടനകൾ, വ്യക്തികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, അതുപോലെ തന്നെ കലാരംഗ സർവ്വ മേഖലയിലെ ആളുകൾ വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ചോദ്യങ്ങൾ. നമ്മുടെ ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആണ് അനിശ്ചിതകാല നിരാഹാര സമരം. 3 പേരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതിന് അതിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ നടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. ഈ ആശാ വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് തുടക്കമാവുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരപ്പന്തൽ. ഇപ്പോൾ നിരാഹാര സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടത്തിൽ 3 പേരാണ് നിരാഹാരമിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഡൽഹിയിലുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാൻ സമയം തേടിയിട്ടുണ്ട് എന്ന് വീണ ജോർജ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇന്നലെ ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ ആശാ വർക്കേഴ്സ് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി. സമയം ലഭിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചാൽ ഇക്കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. സമരത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള ആവശ്യം സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ ചർച്ചയിൽ ആശാ വർക്കേഴ്സിന്റെ മുൻപാകെ വെച്ചിരുന്നു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. അടുത്ത ഘട്ട സമരത്തിലേക്ക് കടക്കുമെന്ന് അവർ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് അവരുടെ സമരം കടക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരത്തിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ ദിവസങ്ങളായി സമരം നടത്തി വരികയായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടമെന്നുള്ള നിലയിലാണിപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 പേർ ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമാകുന്നു. മറ്റുള്ള ആശാ വർക്കേഴ്സ് അവർക്കൊപ്പം തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വേതന വർധന, അതായത് ഓണറേറിയം വർധന അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
ഇങ്ങനെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മുഴുവൻ അനുകൂല തീരുമാനമുണ്ടാകാതെ തങ്ങൾ പിന്മാറില്ല എന്നുള്ളതാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. അവർ ആ നിലപാട് ആവർത്തിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ഡോക്ടർ KG താര അവിടെയുണ്ട്, സമര വേദിയിലെത്തിയിട്ടുണ്ട്. രക്തഹാരം അണിയിച്ചവരാണ് ഈ സമരത്തിന്, ഈ നിരാഹാര സമരത്തിന് തയ്യാറെടുക്കുന്ന അവരെ മാലയണിയിച്ചത്. ഇപ്പോൾ KG താര സംസാരിക്കാൻ പോകുന്നു. സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അടുത്ത ഘട്ടത്തിലേക്ക് ആശാ വർക്കേഴ്സിന്റെ സമരം കടക്കുന്നു. നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. ഈ അതിജീവന സമരത്തിന്റെ 3-ാം ഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണ് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ വരുമ്പോൾ വാസ്തവത്തിൽ കയ്യടിയല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂവലാണ്. ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരത്തിന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ തുടക്കമായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 3 ആശമാരാണ് അവിടെ നിരാഹാര സമരത്തിന്റെ ഭാഗമാകുന്നത്. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടുവന്നു. ഇത് ഒരു ചെറിയ ഒരു ചെടിയാണ്. ശാസ്ത്രമല്ലേ പഠിച്ചേ? ഈ ചെടിക്ക് ഞാനിത് പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളമൊഴിക്കാതെ വെയിൽ തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിനെതിരായും ഹിന്ദുവെന്നും മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന RSSനും BJPക്കും എതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ആൾ ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ ഇതിനോടൊപ്പം ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇതിന് എതിരായിട്ട് പാലിയേറ്റീവ് കെയർ അല്ലേ, രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ. അതിന്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിന്റെ ദിവസം
കൊണ്ടുവച്ചത് ഉപരോധത്തിന്റെ ദിവസം കൊണ്ടുവച്ചത്